പോലീസുകാരെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചപ്പോഴുണ്ടായ സ്വാഭാവികമായിട്ടുള്ള അതെ MLA കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്വാഭാവികമായിട്ട് തന്നെ രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ വാഹനത്തിന് മുൻപിൽ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കാനുള്ള ശ്രമം കോൺഗ്രസ് പ്രവർത്തകർ നടത്തി. അത് പോലീസ് തടഞ്ഞു. അതിനെ തുടർന്നുണ്ടായ ഉന്തും തള്ളും സംഘർഷവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഒരു ചെറിയ സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും കോൺഗ്രസ് പ്രവർത്തകരും രണ്ട് ചേരിയായി നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്. പോലീസുകാർ ആരെയോ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസുകാർ ഒരാളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ എന്താണ് ശരി 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 രഘു, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ളത് ശബ്ദത്തോടു കൂടി തന്നെ നമ്മൾ കേൾക്കാം. കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ സംഘർഷഭരിത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മൃതദേഹം ഇറക്കുമ്പോൾ പ്രതിഷേധിച്ച ഒരാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ്. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ MLA-മാർ സംഭവ സ്ഥലത്ത് ഉണ്ട്. അവരൊക്കെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിന്ദുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാര തുക നൽകണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെ മറ്റ് സംഘടനകളുടെയൊക്കെ തന്നെ ഘടകകക്ഷി നേതാക്കളൊക്കെ തന്നെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്താടാ ഇവിടെ നിറങ്ങി ബന്ധുക്കൾ ഉൾപ്പെടെ അവിടെ കാണാം. അവരൊക്കെ പ്രതികരണങ്ങൾ നൽകുകയാണ് മാധ്യമങ്ങളോട്. പ്രതിഷേധ സ്വരം കൂടുതൽ കടുക്കുകയാണ്. പ്രതിഷേധം രാത്രിയിൽ ഇപ്പോൾ MLA സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധങ്ങൾ അങ്ങനെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻപിലെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.